ഒരു വരിയിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വാക്സ് മ്യൂസിയം കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വാക്സ് മ്യൂസിയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ചിരി അതൊരു കലാകാരൻ അതുപോലെ പകർത്തിയിട്ടുണ്ട്. കണ്ണിൽ വെള്ളം നിറയാതെ ആ ചിരി കാണാൻ പറ്റില്ല. അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ഇല്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ആ ചിരി എന്നും ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ചിരി ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഈ ചിരി എന്ന് പറയുന്നത് വെറും ഒരു ചിരിയല്ല, അത് വേദന അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും പരാതിയുള്ള ഒരാൾക്ക്, ആവലാതിയുള്ള ഒരാൾക്ക് അവർക്കറിയാം ഈ ചിരിയുടെ അർത്ഥം. ആ ചിരിയിലെല്ലാം അലിഞ്ഞു പോകുന്ന ചിരിയാണ്. അത് പലർക്കും കിട്ടുന്നതല്ല. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം നേരിട്ടുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ എല്ലായിടത്തും പറയാറുണ്ട്, ഈ ഉമ്മൻചാണ്ടി സാറിനെ സ്നേഹിക്കുകയല്ല ആൾക്കാർ ചെയ്യുന്നത്, ആരാധിക്കുകയാണ്. ഇപ്പം ഇവിടെ കല്ലറയിൽ തന്നെ ഇപ്പോഴും ആൾക്കാരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആരാധനയുടെ ഭാഗമായിട്ടാണ്. അവരൊരു ദൈവത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. അങ്ങനെ എത്ര പേർക്ക് ആകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ദർ ഈസ് നോ അതർ ബ്യൂട്ടി അതർ ദാൻ സിംപ്ലിസിറ്റി. ലാളിത്യത്തിൻ്റെ സൗന്ദര്യം എന്താണ് എന്ന് മനസ്സിലാക്കി തന്ന 3 പേരാണ്. ഒന്ന് എൻ്റെ അച്ഛനാണ്, 2 എൻ്റെ ബോസായിരുന്ന ISROയിൽ എൻ്റെ ബോസായിരുന്ന APJ അബ്ദുൽ കലാം, 3 ഉമ്മൻചാണ്ടി സാറ്. ഈ ലാളിത്യത്തിന് ഇത്ര സൗന്ദര്യമുണ്ടെന്ന് തെളിയിച്ചു തന്നത് അവരാണ്. ഇപ്പോൾ 50ഓളം രാജ്യങ്ങളിൽ ശാഖകളുള്ള ഈ സൂര്യ ലോകത്തിലെ ഏറ്റവും വലിയ കലാസംഘടനയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് കൂടെ അറിയില്ലായിരിക്കും ചിലപ്പോൾ 25ാമത്തെ വയസ്സിൽ അത് മരിച്ചു പോയേനെ. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് മരണമില്ല, അദ്ദേഹത്തിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കും ജനങ്ങൾ, ഞാനും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.